ഹായ് ഹലോ, പ്രിയ സനശ്രീ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഞാൻ ഇന്നൊരു ചെറിയ കോഴി ഫാമാണ് കാണിക്കുന്നത്. ഫാമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു ചെറുകിട കർഷകനെയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ കർഷകന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, നമ്മുടെ നാട്ടുകാരനൊന്നും അല്ലേ. ഈ അണ്ണന് തമിഴ്നാടാണ്, കമ്പം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കേട്ടോ. അപ്പം ഇതവിടുന്ന് അതായത് നാടൻ കോഴികളെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തി നമുക്ക് ഇവിടെ നാട്ടിൽ ആവശ്യമുള്ളവർക്കൊക്കെ കൊടുക്കുക കേട്ടോ. ഇവിടെ അണ്ണൻ്റെ ജോലി തേപ്പ്, അതായത് അയണിങ് ആണ് അണ്ണൻ്റെ ജോലി. അപ്പോൾ അവിടെ ഒരു ചെറിയ വീടെടുത്ത് അവർ താമസിക്കുന്ന ഫാമിലിയായിട്ട്. അണ്ണനുണ്ട്, അണ്ണൻ്റെ ആൾക്കാരൊക്കെ ഒരു മോളൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഫാമിലിയായിട്ട് അവരവിടെ താമസിക്കുന്നതാണ്. അപ്പം ഞാൻ അവിചാരിതമായിട്ട് ആ വഴി പോയപ്പോൾ കണ്ടുമുട്ടി പരിചയപ്പെട്ട്. പിന്നെ എൻ്റെ സ്വഭാവം അറിയാമല്ലോ, കോഴിയോ വല്ലതും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ പറ്റിപ്പിടിച്ച് നിന്ന് അതിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും മൊത്തം പഠിച്ചിട്ടേ ഞാൻ അവിടുന്ന് പോരത്തുള്ളത്. അപ്പം എന്താ ഈ പൂവൻ കോഴി, അതുകൊണ്ട് കഴുത്തൊക്കെ ചുമന്നിരിക്കുന്ന പൂവൻ കോഴിയെ കണ്ടാണ് ഞാനവിടെ ചെന്ന് പുള്ളിയോട് ചോദിച്ചൊക്കെ മനസ്സിലാക്കി. ഇതാണ്ട് ആ നടക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾ ഗിരിരാജൻ കോഴിക്കുഞ്ഞുങ്ങളാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒറിജിനൽ നാടൻ കോഴിക്കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ. നെക്കഡ് എന്തെന്നാ കഴുത്തിന് പൂടയില്ലാത്ത, എനിക്ക് മറ്റു ഭാഷയൊന്നും അറിയൂല, അതുകൊണ്ട് കഴുത്തിന് പൂടയില്ലാത്ത അങ്ങനെ ഇരിക്കട്ടെ. ചിലരൊക്കെ ഭയങ്കര ആധികാരികമായിട്ട് പറയുന്ന കേട്ടോ, എന്തോ നെക്കഡ്, എന്തോ ഒരു നെക്കിടെന്ന് പറയും. പക്ഷേ എനിക്ക് ആ നെക്കിട അറിയത്തില്ല, അതുകൊണ്ട് കഴുത്തിന് കൂടെയില്ലാത്ത കോഴികൾ അതുപോലെ. അപ്പോൾ അതുപോലെ തന്നെ സിൽക്കി കോഴികളെ എല്ലാവിധ കോഴികളും ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അണ്ണനോട് ചോദിച്ചൊരു നാടൻ കോഴിയെ തരാമെന്ന് ചോദിച്ചു. അണ്ണൻ പറയുന്ന വിലയുണ്ടല്ലോ, അന്യായ വിലയാടോവേ പറയുന്നത്, വാങ്ങാൻ പറ്റൂല. അതുകൊണ്ട് പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ച്. അണ്ണനോട് പറഞ്ഞാൽ അടയിരിക്കുന്ന കോഴിയുണ്ട് ഒരെണ്ണം എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ സെറ്റാക്കിയിട്ട് പോന്നിട്ടുണ്ട്. അടയിരിക്കുന്ന സമയത്ത് വിളിക്കാം, നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇതെല്ലാം അടയിരിക്കുന്ന കോഴിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസം പോരാ, എനിക്ക് ഒരിടത്തുനിന്ന് പണി കിട്ടി, അതുകൊണ്ട് വേണ്ട, ഇരിക്കുവാണെങ്കിൽ ഞാൻ വന്ന് മേടിച്ചുകൊണ്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ട്, അണ്ണൻ തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മളൊന്ന് നോക്കിക്കോണേ, നമ്മുടെ നാട്ടിലുള്ള നമ്മളെപ്പോലുള്ളവർക്കാണ് ഇതൊക്കെ ചെയ്യാൻ മടി. അവർ അന്യനാട്ടിൽ നിന്ന് ഇവിടെ, അതായത് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് നമ്മുടെ നാട്ടിൽ കണ്ടോ ചെറുകിട ബിസിനസ്സുകൾ ചെയ്ത് അവർ വളരുന്നതിലുള്ള കുശുമ്പല്ല. ഞാൻ ഈ കോഴിയെയൊക്കെ വളർത്തുന്നതിനുണ്ടല്ലോ എന്നെ ഒരുപാട് പേര് കളിയാക്കുന്നുണ്ടെന്നേ. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ, ഇതിനെയൊക്കെ വളർത്തുന്ന കോഴിയുടെ പുറകെ നടക്കുന്നു, കോഴിത്തീട് അങ്ങനെയൊക്കെ. പക്ഷെ നോക്കിക്കേ, ജീവിക്കാൻ 10 കോഴി ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുമെന്ന് തെളിയിച്ച് തരികയാണ്. നമുക്കാടാ ഈ കേരളത്തിലുള്ളവർക്ക് മടി. അതായത് കാരണം ഏതൊരു ജോലിക്ക് നമുക്ക് പുച്ഛവാ, ചെയ്യാനും മടിയാണ്. എന്നിട്ട് മറ്റുള്ളവർ ആരെങ്കിലും ചെയ്യുന്നവരുണ്ട് അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. നോക്കി, അതുപോലെ തന്നെ ഇപ്പം ബംഗാളികൾ ഇഷ്ടം പോലെ ഇവിടെ ജോലി ചെയ്ത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് അവരിവിടെ ഇത് ചെയ്ത് നോക്ക് സക്സസ് ആകാൻ നോക്കുന്നത്. അവിടെ എല്ലാം നിറച്ച് കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഞാൻ അഴിച്ചു വിട്ടൊക്കെ കഴിഞ്ഞാണ് അവിടെ ചെന്നത്, അതുകൊണ്ടാണ് എനിക്ക് കുറച്ചേ കിട്ടിയുള്ളൂ. അവിടെ വലിയ നിരന്ന് കിടക്കുന്ന ഒരു അയ്യത്തൂടെ മൊത്തം പോയി കേട്ടോ, നല്ല കോഴിക്കുഞ്ഞ്. ഇതെല്ലാം ഗിരിരാജൻ കോഴിക്കുഞ്ഞുങ്ങളാണ്. പക്ഷേ ഇത് ക്രോസ്ഡ് ആണ്, പ്യുവർ നാടൻ കോഴിയല്ല. കാരണം അവിടെ എല്ലാ ഇനത്തിലുള്ള കോഴികളും ഉണ്ട്. അപ്പോൾ പിന്നെ ക്രോസ്ഡ് ആയിരിക്കുമല്ലോ. അതാണ് ഞാൻ പിന്നെ അണ്ണൻ പറഞ്ഞ വില കൊടുത്ത് മേടിക്കാഞ്ഞത്. അണ്ണൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി എനിക്ക് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് സ്നേഹം. ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ.